സി കൃഷ്ണകുമാറിനെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പി. ദേശീയ സമിതി അംഗം എൻ ശിവരാജൻ. സി കൃഷ്ണകുമാർ അല്ലാതെ മറ്റൊരാളായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പാലക്കാട് ബി.ജെ.പി. ഒരു വോട്ടിനെങ്കിലും ജയിക്കുമായിരുന്നുവെന്നും സി കൃഷ്ണകുമാർ അധികാര മോഹിയാണെന്നും ശിവരാജൻ പറഞ്ഞു. മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു, ജയിച്ചേര് ഒരു വോട്ടിനെങ്കിലും ജയിക്കും. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കണം. സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഓരോ വോട്ടിനെങ്കിലും ജയിക്കുമായിരുന്നു. ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഈ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അധികാരം സ്വാഭാവികമുള്ളൂ. അത് കൃഷ്ണകുമാർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. എനിക്കിപ്പോൾ രാജ്യസഭ മെമ്പറാകണം, പ്രധാനമന്ത്രിയാകുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കണ്ടേ? കുമ്മൻ രാജേട്ടനടുത്ത്, പി കെ കൃഷ്ണനടുത്ത്, മുരളിയേട്ടനടുത്ത്, സുരേന്ദ്രനടുത്തൊക്കെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും നിൽക്കണം. സ്വാഭാവികമായി സുരേന്ദ്രനായാലും ജയിച്ചിട്ടുണ്ടാവും. സച്ചിൻ ചേരുന്നു. സച്ചിൻ, ബി.ജെ.പിയുടെ മുതിർന്ന നേതാവാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും ഷമ്മി, ബി.ജെ.പിക്ക് വലിയ ആഘാതമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. 10,000-ത്തിലധികം വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി.ജെ.പിക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് ബി.ജെ.പി. മറിച്ചു എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 50,000-ത്തിലധികം വോട്ട് ലഭിച്ചപ്പോൾ ഇത്തവണ 39,000-ത്തിലധികം വോട്ടാണ് ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ 10,000-ത്തിലധികം വോട്ടുകളുടെ നഷ്ടം ബി.ജെ.പിക്ക് സംഭവിച്ചിരിക്കുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി ബി.ജെ.പിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും എൻ ശിവരാജൻ, ബി.ജെ.പിയുടെ ദേശീയ സമിതി അംഗം കൂടിയായിട്ടുള്ള എൻ ശിവരാജൻ വ്യക്തമാക്കുന്നത് പോലെ മറ്റൊരു സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിച്ചിരുന്നെങ്കിൽ ബി.ജെ.പി. ജയിച്ചേനെ എന്ന കാര്യമാണ് ശിവരാജൻ വ്യക്തമാക്കിയത്. അതായത് ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയിച്ചേനെ. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയിലായാലും ലോക്സഭയിലായാലും നിയമസഭയിലായാലും ഒരേ ഒരു സ്ഥാനാർത്ഥിയായി പാലക്കാട് അധികാരമോഹം കൊണ്ട് മത്സരിക്കുന്ന വ്യക്തിയാണ് എന്ന കാര്യം കൂടി ശിവരാജൻ വ്യക്തമാക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട മുതിർന്ന നേതാവ് കൂടിയാണ് എൻ ശിവരാജൻ. അതിനാൽ തന്നെ അഭിപ്രായ സർവേ എടുത്തപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ സർവേ പാലക്കാട് നടന്നിരുന്നത്. അന്ന് ബി.ജെ.പിയിലെ വലിയൊരു വിഭാഗം ആവശ്യപ്പെട്ടത് മുൻപ് പാലക്കാട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ തന്നെ ഇത്തവണ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമാണ് ബി.ജെ.പിയിലെ വലിയൊരു വിഭാഗം അന്ന് ഉന്നയിച്ചത്. അതിൽ ദേശീയ സമിതി അംഗം എൻ ശിവരാജനും ശക്തമായ നിലപാടെടുത്തിരുന്നു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥി ആക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം പാലക്കാട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കടുത്ത നിലപാടായിരുന്നു സംസ്ഥാനത്ത് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ പക്ഷത്തിൻ്റെയും നിലപാടിന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രന് സ്വാഗതമേന്തിക്കൊണ്ട് പാലക്കാട് നഗരത്തിലടക്കം ഫ്ലക്സ് ബോർഡുകളടക്കം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വെച്ചിരുന്നു. അതടക്കം കത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. അതേപോലെ തന്നെ സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നേതൃത്വമാണ്. സന്ദീപ് വാര്യറുമായി യാതൊരുവിധ സംയമന ചർച്ചകളോ നേതൃത്വം നടത്തിയില്ല തുടങ്ങി നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനവും എൻ ശിവരാജൻ ഉന്നയിച്ചിട്ടുണ്ട്. ഷമ്മി, തീർച്ചയായും സച്ചിൻ, വലിയ പൊട്ടിത്തെറിയാണ് ബി.ജെ.പിയിൽ സംഭവിക്കുന്നത്. സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് എൻ ശിവരാജൻ രംഗത്ത് വന്നിരിക്കുന്നു.